പ്രിയപ്പെട്ടവരെ, കേരളം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ നേരിട്ട സമയത്ത് നമ്മുടെ രക്ഷകരായെത്തിയത് നമ്മുടെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളായിരുന്നു അല്ലേ? അവർ സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ടാണ്, ഭക്ഷണമോ വിശ്രമമോ ഇല്ലാതെയാണ് അവർ നമുക്ക് വേണ്ടി പണിയെടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നന്മ തിരിച്ചു കാണിക്കാനും കടപ്പാടുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇതിൽ ജയ്സലിനെ കുറിച്ച് നിങ്ങൾ ഏറെ കേട്ട് കാണും അല്ലേ? സ്വന്തം പുറം ചെവിട്ടുപടിയാക്കി കൊടുത്ത ജയ്സൽ ബോട്ടിലേക്ക് കയറാനായിട്ട് ചെവിട്ടുപടിയാക്കി കൊടുത്തു അല്ലേ? ഇതുപോലെ ഇത്രമാത്രം അറിയപ്പെടാതെ പോയ മറ്റനവധി രക്ഷാപ്രവർത്തകരുണ്ട്. അത്തരത്തിലൊരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പേര് സിയാദ്, സ്ഥലം കൂട്ടായി. ഏകദേശം 26 വയസ്സുള്ള ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഇദ്ദേഹം. പ്രളയം നടക്കുന്നു, ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമുണ്ട് എന്നറിഞ്ഞ ഉടൻ തന്നെ തൻ്റെ ബോട്ട് വള്ളത്തിൽ കയറ്റി ആലുവയിലേക്ക് പോയി സിയാദ്. ആലുവയിലെത്തിയ സമയത്ത് കാണുന്ന കാഴ്ച, വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു, ആളുകൾ സഹായത്തിനായിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. പല വീടുകളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. പക്ഷെ ചില വീടുകളുടെ 1-ാം നിലയിലേക്ക് വെള്ളം എത്തിയിട്ടില്ല. റോഡിലൂടെ നന്നായിട്ട് വെള്ളം കുത്തിയൊലിക്കുന്നുണ്ട്. ഈ സമയത്ത് സിയാദും കൂട്ടരും ഒരു ബോട്ടിൽ റോഡിലൂടെ ഒരു വീടിനടുത്തെത്തി. ആ സമയത്ത് ആ വീടിൻ്റെ 1-ാം നിലയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കണ്ട് അവർ രക്ഷിക്കാൻ തീരുമാനിച്ച് ഓരോ കുട്ടികളെയായിട്ട് രക്ഷാപ്രവർത്തകരെ എടുത്തുകൊണ്ടുവന്ന് ബോട്ടിൽ കയറ്റി. ആ സമയത്ത് ഒരു സ്ത്രീക്ക് ഈ ബോട്ടിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് കുത്തിയൊഴുക്കുന്ന വെള്ളത്തിലേക്ക് ആ സ്ത്രീയെ ഇറക്കാനും സാധ്യമല്ല. നമ്മുടെ സിയാദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? സിയാദ് ഈ ചുമരിൽ നിന്ന് ബോട്ടിലേക്ക് അങ്ങ് കിടന്നു, ഒരു പാലമായിട്ട് അങ്ങ് കിടന്നു കൊടുത്തു. സിയാദിൻ്റെ ശരീരം ഒരു പാലമാക്കി ഉപയോഗിച്ചുകൊണ്ട് ആ യുവതി ജീവിതത്തിലേക്ക് നടന്നെത്തി. ഇതുപോലെയുള്ള ഒരുപാട് യുവാക്കളുടേതാണ് നമ്മുടെ ലോകം. നന്മ ഒട്ടും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഇപ്പറഞ്ഞ ഈ സംഭവത്തിൻ്റെ വീഡിയോ കാണണ്ടേ? ഇതാ കണ്ടോളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊപ്പം ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ മുനീർ രാമയൂർ ഫ്രം മഞ്ചേരി FM. അവിടെ സ്റ്റെപ്പ് ഉണ്ടേ. മറ്റേ കവറിലാക്കിയതോ? കവറിലാക്കിയത് നീ ഇങ്ങോട്ട് മാറാ, നീ ഇങ്ങോട്ട് മാറാ. ഓക്കെ ഓക്കെ, കാല് കുടുങ്ങി. ഇവരെ അടുത്ത ക്യാമ്പിലാക്കാനാ. ഞാൻ ഇപ്പൊ അന്വേഷിച്ചോളെ അവിടുത്തെ ക്യാമ്പിന് ആൾക്കാരൊക്കെ പോയി അരികളൊന്നും ഇപ്പൊ അവിടെ ക്യാമ്പാക്കി. ഇപ്പൊ ഈ അരിയൊക്കെ അവിടെ കൊടുക്കാം. കുറച്ചുകൂടെ ആക്കി കയറി വിടും. എവിടെയാ നമുക്ക് വീട്ടിലകത്തേക്ക് കയറിയില്ല. ഒരു റോഡ് കിടന്നില്ലേ? അതായത് നമ്മൾ പാടം കിടന്ന് റോഡിലേക്ക് കയറി വണ്ടി അതിന്റെ ഓപ്പോസിറ്റ്. ഇനി ഇവരാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ അല്ലേ അത് അവിടെ ക്യാമ്പിൽ കൊടുക്കും. ഇവിടുത്തെ ബാക്കി സാധനം നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഇന്നത്തെ ആൾക്കാരെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടാണ്. താനൂരിലെ ജയ്സലിനെയും കൂട്ടായിലെ സിയാദിനെയും പോലെ അനവധി കർമ്മനിരതരായ മത്സ്യത്തൊഴിലാളികളെ ഞങ്ങൾ കണ്ടുമുട്ടി.
ആകാശവാണി മഞ്ചേരി FM നിന്നും ഇവരെ കാണാനായിട്ട് ഒരു യാത്ര പോയപ്പോഴായിരുന്നു ഇത്. അന്ന് ഞങ്ങൾ താനൂർ, അതുപോലെ പടിഞ്ഞാറക്കര, കൂട്ടായി, പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികളെല്ലാം കണ്ടു. അവർ നൽകിയ പാഠങ്ങൾ അതിമഹത്തായ പാഠങ്ങളായി. തീർച്ചയായിട്ടും ഈ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാം. ഇനി അവർക്കൊരു ദുരന്തം വരുന്ന സമയത്ത്, ഒരു ഓഖിയോ കടൽക്ഷോഭമോ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ വാതിലുകൾ അവർക്കായി മലർക്കെ തുറക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. ദിസ് ഈസ് മുനീർ രാമയൂർ ഫ്രം മഞ്ചേരി.